പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കുന്നത് 2025 PSC നടത്തിയിട്ടുള്ള എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനും അനുബന്ധ വസ്തുതകളുമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, എക്സാമിന്റെ ടെൻഡേറ്റീവ് ടൈം ടേബിൾസൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് എല്ലാ എക്സാമിന്റെയും. അപ്പോൾ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS ഒക്കെ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും കമ്പനി ബോർഡ് LGSനൊക്കെ 2 ഘട്ടം എക്സാമിനേഷൻ നടത്തുമെന്നാണ് PSC പറയുന്നത്. എല്ലാത്തിനും പ്രിപ്പയർ ചെയ്യുന്നു എന്ന് കരുതുന്നു. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. നന്നായിട്ട് മുന്നോട്ട് പോവുക. എന്തായാലും നമുക്ക് റിസൾട്ട് ഉണ്ടാവും. PQ ഡിസ്കഷൻ എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ്. അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ആർട്ടിക്കിൾ 32-ൽ പ്രതിപാദിക്കുന്ന ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്, അല്ലെ? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന നമ്മുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം. ഏതാടെ? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണല്ലേ. അപ്പോൾ നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ ആർട്ടിക്കിൾ 32-നെയാണ് എങ്ങനെ വിശേഷിപ്പിച്ചിരുന്നത്? ഹൃദയവും ആത്മാവും, അല്ലെ? ഹെഡ് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചിരുന്നു. ഹെഡ് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കാൻ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്നതാണ് ആർട്ടിക്കിൾ 32. അങ്ങനെയും ചോദിക്കാം, അല്ലെ? മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കാൻ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഉറപ്പ് നൽകുന്നതാണ് ആർട്ടിക്കിൾ 32. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. അപ്പോഴ് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഏതൊരു പൗരനും ഹൈക്കോടതിയെ സമീപിക്കാതെ തന്നെ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന് ആർട്ടിക്കിൾ 32 വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഹൈക്കോടതിയെ സമീപിക്കാതെ തന്നെ നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ, 6 തരം മൗലിക അവകാശങ്ങളാണ് ഇപ്പോഴുള്ളത്. ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊരു പൗരനും ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെ എന്ത് ചെയ്യാം? നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാം എന്ന് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 32 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ 32. നമുക്കറിയാം, മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിക്ക് 5 തരം റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ റിട്ട് അറിയാം, നിങ്ങൾക്കറിയാം, ഹേബിയസ് കോർപ്പസ്. നിയമവിരുദ്ധമായി തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ ഹാജരാക്കാൻ വേണ്ടിയിട്ടുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അതുപോലെ തന്നെ മാൻഡമസ്. മാൻഡമസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പൊതു ഉദ്യോഗസ്ഥനോ സ്ഥാപനമോ നിർവഹിക്കേണ്ട കടമകൾ ചെയ്യുന്നില്ലെങ്കിൽ അവ ചെയ്യാൻ കൽപ്പിക്കുന്നതിനെയാണ് മാൻഡമസ്, ആജ്ഞ എന്നുള്ള രീതിയിൽ. ഒരു പൊതു ഉദ്യോഗസ്ഥനോ സ്ഥാപനമോ നിർവഹിക്കേണ്ട കടമകൾ ചെയ്തില്ലെങ്കിൽ അവ ചെയ്യാൻ കൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊഹിബിഷൻ. കീഴ്ക്കോടതികൾ അവരുടെ അധികാരപരിധി ലംഘിക്കുന്നത് തടയുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സെർഷ്യോററി. കീഴ്ക്കോടതികളുടെ വിധിന്യായങ്ങൾ റദ്ദാക്കാനോ പുനഃപരിശോധിക്കാനോ വേണ്ടിയിട്ടുള്ള റിട്ടാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോ വാറണ്ടോ. ഏത് അധികാരത്തിലാണ് ഒരാൾ പൊതു പദവി വഹിക്കുന്നത് എന്ന് ചോദിക്കാനായിട്ടുള്ള റിട്ടാണ് കോ വാറണ്ടോ. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്കറിയാം, സുപ്രീം കോടതിയുടെ അധികാരങ്ങളെ ബാധിക്കാതെ മറ്റു കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം പാർലമെന്റിന് നൽകാൻ സഹായിക്കും. സാധാരണയായിട്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്, നിങ്ങൾക്കറിയാം. നമുക്കറിയാം, അതുപോലെ തന്നെ ദേശീയ അടിയന്തരാവസ്ഥ, നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്ന സമയത്ത് താത്കാലികമായി റദ്ദാക്കാനായിട്ട് കഴിയും. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 20-ഉം 21-ഉം ഒഴികെ ബാക്കി മൗലിക അവകാശങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? താത്കാലികമായിട്ട് റദ്ദാക്കാൻ കഴിയും. ആർട്ടിക്കിൾ 20-ഉം 21-ഉം
ഒഴിച്ച്. നമുക്കറിയാം ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് ഒരു മൗലിക അവകാശമാണ്. അതിനാല് ഈ ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്നുള്ളത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടകത്തിന്റെ അല്ലെങ്കിൽ ഘടനയുടെ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. ഏതാണ് ആർട്ടിക്കിൾ 32? സ്വയം ഒരു മൗലികാവകാശമാണ്. ഇത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ അടിസ്ഥാന ഘടനയുടെ ഭാഗമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വസ്തുതയും സന്ദർഭവശാൽ ഇതിനോടൊപ്പം അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഓപ്ഷൻ എയിൽ പ്രതിപാദിക്കുന്ന സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു മൗലിക അവകാശം എന്ന് നിങ്ങൾക്കറിയാം അല്ലെ. എന്താണ് ഈ സമത്വത്തിനുള്ള അവകാശം? ഇതിനർത്ഥം നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും ജാതി, ലിംഗം, വംശം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്നും തൊഴിൽ, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിൽ എല്ലാവർക്കും തുല്യ അവസരം ലഭിക്കണമെന്നും, അതായത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ അല്ലേ. ഏതൊക്കെയാണ്? ജാതി, മതം, ലിംഗം, വംശം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്നും തൊഴിൽ, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിൽ എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ലഭിക്കണമെന്ന്. അതുപോലെ നമുക്കറിയാം ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റിയെ കുറിച്ചല്ലേ, തൊട്ടുകൂടായ്മയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ നിയമത്തിന് മുന്നിൽ തുല്യത, വിവേചന നിരോധനം, പൊതു തൊഴിൽ അവസര സമത്വം ആർട്ടിക്കിൾ 16 പ്രതിപാദിക്കുന്നു. തൊട്ടുകൂടായ്മ അഥവാ അൺടച്ചബിലിറ്റി ആർട്ടിക്കിൾ 17. അതുപോലെ പദവികളുടെ നിരോധനം, അതായത് സൈനിക അക്കാദമിക പദവികൾ ഒഴികെയുള്ള ബഹുമതികൾ നിരോധിക്കുന്നത് ആർട്ടിക്കിൾ 18 ആണ് അല്ലെ. ഇനി അതുപോലെ തന്നെ അടുത്തവിടെ ഓപ്ഷനകത്ത് പറയുന്നുണ്ട് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പോൾ ഓപ്ഷൻ സിയിലെ പ്രതിപാദിക്കുന്ന മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ ഉറപ്പ് നൽകുന്നതാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. ഇത് എല്ലാ പൗരന്മാർക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും മനസാക്ഷി സ്വാതന്ത്ര്യം അനുഭവിക്കാനുമുള്ള അവകാശത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 25 മുതൽ 28. അത് ഓർത്തിരിക്കണം. നമുക്കറിയാം അനുച്ഛേദം 25 മനസാക്ഷി സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള മതം ആചരിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശം നൽകുന്നു. അനുച്ഛേദം 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നതിനെ കുറിച്ച്, അതായത് സ്ഥാപനങ്ങൾ സ്ഥാപിക്കല്, പരിപാലിക്കൽ, ഇത് അനുച്ഛേദം 26 പ്രതിപാദിക്കുന്നത്. അനുച്ഛേദം 27 ആർട്ടിക്കിൾ 27 പറയുന്നുണ്ട് ഒരു പ്രത്യേക മതത്തിന്റെ പ്രചാരണത്തിനായി നികുതി അടയ്ക്കാൻ ആരെയും നിർബന്ധിക്കരുത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 28 അനുച്ഛേദം 28 ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മതപരമായ പ്രബോധനം നിർബന്ധമല്ലാത്തത് സംബന്ധിച്ച അവകാശം നൽകുന്നുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. ഇനി അതുപോലെ തന്നെ ഓപ്ഷൻ ഡി ചൂഷണത്തിനെതിരായ അവകാശം. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 മൂന്നാം ഭാഗത്തിൽ മൗലിക അവകാശങ്ങളുടെ കീഴിൽ വരുന്നതാണ് ചൂഷണത്തിനെതിരായ അവകാശം എന്ന് പറയുന്നത്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഇതിൽ 2 അനുച്ഛേദങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്, ആർട്ടിക്കിൾ 23 ആർട്ടിക്കിൾ 24. അനുച്ഛേദം 23 എന്താണ് അനുച്ഛേദം 23 പ്രതിപാദിക്കുന്നത്? മനുഷ്യക്കടത്ത്, അടിമപ്പണി, നിർബന്ധിത തൊഴിൽ എന്നിവ നിരോധിക്കുന്നത് അനുച്ഛേദം 23 ആർട്ടിക്കിൾ 23. സ്ത്രീകളുടെയും കുട്ടികളെയും ഉൾപ്പെടെയുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾക്കായി വിൽക്കുന്നതും വാങ്ങുന്നതും അനുച്ഛേദം 23 എന്താക്കിയിട്ടുണ്ട്? കുറ്റകരമാക്കി മാറ്റിയിട്ടുണ്ട് ആർട്ടിക്കിൾ 23. അതുപോലെ ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം, എക്സാമിന് ചോദിക്കാറുണ്ടല്ലേ. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. ഇത് പ്രകാരം 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിലോ ഖനികളിലോ മറ്റ് അപകടകരമായ ജോലികളിലോ ഏർപ്പെടുത്തുന്നത് കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ആർട്ടിക്കിൾ 32 ആണ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഭരണഘടനാ ഭേദഗതികളിലൂടെ അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്,
ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലിക അവകാശങ്ങൾ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഓപ്ഷൻ എ സമത്വത്തിനും സ്വത്തിനും, ഓപ്ഷൻ ബി മതസ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും, ഓപ്ഷൻ സി സമത്വത്തിനും വിദ്യാഭ്യാസത്തിനും, ഓപ്ഷൻ ഡി വിദ്യാഭ്യാസത്തിനും സ്വത്തിനും. അവിടെ ശ്രദ്ധിക്കണം, ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലിക അവകാശങ്ങൾ കൂട്ടിച്ചേർത്തു, ഒരെണ്ണം ഒഴിവാക്കപ്പെട്ടു. നമുക്കറിയാം, തുടങ്ങുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് സമർപ്പിക്കുമ്പോൾ, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നമുക്ക് സമർപ്പിക്കുമ്പോൾ സ്വത്തെന്ന് പറയുന്നത് മൗലിക അവകാശമായിരുന്നു അല്ലേ. അപ്പോൾ അത് പിന്നീട് ഒഴിവാക്കി. അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. നോക്കിയേ, ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലിക അവകാശങ്ങള് കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങളാണ്. ഓപ്ഷൻ ഡി ആണ് വിദ്യാഭ്യാസത്തിനും സ്വത്തിനുമുള്ള അവകാശം എന്നുള്ളത്. നിങ്ങൾക്കറിയാമത്, വിദ്യാഭ്യാസത്തിനും സ്വത്തിനുമുള്ള അവകാശം അല്ലെ. ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെടുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങളാണ് വിദ്യാഭ്യാസത്തിനും സ്വത്തിനുമുള്ള അവകാശം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് RTE വിദ്യാഭ്യാസ അവകാശ നിയമം വഴിയാണ് ഇന്ത്യയിലെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കിയത്. സൗജന്യ വിദ്യാഭ്യാസം എന്ന് പറയുന്ന 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ യാതൊരു ഫീസും നൽകാതെ പഠിക്കാനുള്ള അവകാശമാണ് അല്ലേ. അതുപോലെ തന്നെ നിർബന്ധിത വിദ്യാഭ്യാസം, എല്ലാ കുട്ടികളും 8ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെയും രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്തമാണ്. ഭരണഘടനാ പദവി നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21A പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് അല്ലെ. 2002 86ാം ഭേദഗതി അല്ലെ, ഇവിടെ മൗലിക അവകാശങ്ങൾ കൂട്ടിച്ചേർത്തതാണ് ആർട്ടിക്കിൾ 21A. 2002 86ാം ഭരണഘടനാ ഭേദഗതി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരമാണ് ഈ 21A നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത് അല്ലെ. നിർബന്ധിത വിദ്യാഭ്യാസം എന്നുള്ള 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. ഓക്കെ അല്ലേ. നമുക്കറിയാം, സ്വത്തിനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക അവകാശങ്ങൾ പെട്ടതായിരുന്നു. എന്നാൽ ആർട്ടിക്കിൾ 31 പ്രതിപാദിച്ചിരുന്നത് അല്ലെ, സ്വത്തിനുള്ള അവകാശം മുമ്പ് 1978 തൊട്ട് മുമ്പ് വരെ സ്വത്തിനുള്ള അവകാശം നമ്മുടെ ഭരണഘടനാപരമായ അവകാശമായിട്ട് മൗലിക അവകാശങ്ങളിൽ പ്രതിപാദിച്ചിരുന്നതാണ്. എന്നാൽ 1978 44ാം ഭരണഘടനാ ഭേദഗതി നിങ്ങൾക്കറിയാം, ആർട്ടിക്കിൾ 44 അമെൻമെന്റ് 44 എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഓഫ് 44 1978 ആ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തിനുള്ള അവകാശം ഒരു നിയമപരമായിട്ടുള്ള അവകാശമായി മാറിയത് അല്ലെ. ആർട്ടിക്കിൾ 300A പ്രകാരം സ്വത്തിനുള്ള അവകാശം ഒരു നിയമപരമായ അവകാശമായി മാറിയത് 1978 44 അമെൻമെന്റോട് കൂടിയാണ്. നിയമപരമായ അധികാരം വഴിയല്ലാതെ ഒരാൾക്കും അയാളുടെ സ്വത്ത് നഷ്ടപ്പെടാൻ പാടുള്ളതല്ല എന്ന് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 300A. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് 300A നഷ്ടപരിഹാരത്തെക്കുറിച്ച് നേരിട്ട് പരാമർശിക്കുന്നില്ല. എന്നാൽ സ്വത്ത് ഏറ്റെടുക്കുമ്പോൾ ന്യായമായ നഷ്ടപരിഹാരം നൽകണമെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. ആ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പെട്ടതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 2024 റീസണിലുള്ള ഒരു കേസുണ്ട്, കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷനും വേഴ്സസ് വിമൽ കുമാർ ഷാ എന്ന കേസിൽ സ്വത്ത് ഏറ്റെടുക്കുന്നതിന് മുമ്പ് സർക്കാർ പാലിക്കേണ്ട 7 നടപടിക്രമങ്ങളെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. 1, അറിയിപ്പ് നൽകാനുള്ള അവകാശം, അതായത് സ്വത്ത് ഏറ്റെടുക്കുന്ന കാര്യം ഉടമയെ അറിയിക്കണം. 2, കേൾക്കാനുള്ള അവകാശം, ഉടമയുടെ ഭാഗം കേൾക്കുകയും പരാതികൾ പരിശോധിക്കുകയും വേണം. 3, കാരണങ്ങൾ സഹിതമുള്ള തീരുമാനം, എന്തുകൊണ്ട് സ്വത്ത് ഏറ്റെടുക്കുന്നു എന്നതിന് വ്യക്തമായ കാരണം വേണം. അതുപോലെ തന്നെ 4, പൊതു ആവശ്യത്തിനായിരിക്കണം, അതായത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണെന്ന് സർക്കാർ തെളിയിക്കണം. അതുപോലെ ന്യായമായ നഷ്ടപരിഹാരം, ഉടമയ്ക്ക് അർഹമായ തുക നൽകണം. അത് ഈ ആർട്ടിക്കിൾ 300 പ്രകാരമാണ്. അതുപോലെ തന്നെ
ആറാമത്തത് കാര്യക്ഷമമായ നടപടികൾ, അതായത് കൃത്യസമയത്തിനുള്ള ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കുകയും വേണം, അതുപോലെ അവസാനിപ്പിക്കാനുള്ള അവകാശം. ഏഴാമത് നടപടികൾ പൂർത്തിയാക്കി സ്വത്തിന്റെ ഉടമസ്ഥാവകാശം കൈമാറണമെന്നും ആർട്ടിക്കിൾ 300 പ്രകാരം 2024 കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷനും വിമൽ കുമാർ ഷായും തമ്മിലുള്ള സ്വത്ത് ഏറ്റെടുക്കുന്നതിന് മുമ്പ് സർക്കാർ പാലിക്കേണ്ട 7 നടപടിക്രമങ്ങൾ കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം പെൻഷൻ ഉണ്ടല്ലോ, ഈ പെൻഷനും ആർട്ടിക്കിൾ 300A പ്രകാരം ഒരു സ്വത്തായി കണക്കാക്കപ്പെടുന്നു എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ആ വസ്തുതയും കൂടി സന്ദർഭവശാൽ ഓർമ്മപ്പെടുത്തുന്നു അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഭരണഘടനാ ദിനം നോക്കിയേ, നിങ്ങൾക്കറിയാം നവംബർ 26 നവംബർ 26 ഭരണഘടനാ ദിനമാണ്. നമ്മുടെ ആമുഖത്തിൽ പറയുന്ന ഒരേ ഒരു തീയതിയാണ്, പ്രിയാമ്പിളിൽ പറയുന്ന 1949 നവംബർ 26 എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ സംവിധാൻ ദിവസം എന്ന് ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് 1949 നവംബർ 26 എന്നത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച ദിവസം, ഭരണഘടനയെ അംഗീകരിച്ച ദിവസം, അതായത് സംവിധാൻ ദിവസം. ഇത് ഭരണഘടനാ ദിനമായിട്ട് എല്ലാ വർഷവും ഇന്ത്യയിൽ ആചരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. നിയമദിനമെന്നും ഈ നവംബർ 26 അറിയപ്പെടാറുണ്ട്. നമുക്കറിയാം ജനുവരി 26 നമ്മുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത്, മറ്റേത് അംഗീകരിച്ചതാണ് നവംബർ 26 അല്ലെ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കരട് രൂപം ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതാണ് 1949 നവംബർ 26. ഈ ദിനം ഭരണഘടനാ ദിനമായിട്ട് ഈ ആഘോഷത്തിന്റെ തുടക്കം എന്നായിരുന്നത് 2015 ഡോക്ടർ BR അംബേദ്കറുടെ 125ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് 2015 മുതലാണ് എന്ത് ചെയ്യുന്നത്, നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് അല്ലെ. നമുക്കറിയാം 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചത്. ആ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് ജനുവരി 26 അംഗീകരിച്ച തീയതിയാണ്. 1949 നവംബർ 26 നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് 2015 മുതൽ ആചരിക്കുന്ന ഇതിനെ നിയമദിനമെന്നും അറിയപ്പെടാറുണ്ട്. ഓക്കെ അല്ലേ. അടുത്തത് ചെറു ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 42ാം ഭരണഘടനാ ഭേദഗതിയാണ് അല്ലെ. 42nd അമെൻമെന്റ് ആണ്. എന്തുകൊണ്ടാണ്? കുറെ അധികം മാറ്റങ്ങൾ വരുത്തിയതാണ് അല്ലെ ഭരണഘടനയിൽ. അതുകൊണ്ടാണ് 42ാം ഭേദഗതിയെ എന്ത് വിളിക്കുന്നത്, ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് 42ാം ഭരണഘടനാ ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ 42ാം ഭേദഗതി, അതായത് 1976 1976 ഭരണഘടനാ ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും വിപുലവുമായിട്ടുള്ള മാറ്റങ്ങളൊന്നാണ് അല്ലെ. ഭരണഘടനയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 42ാം ഭേദഗതിയെ എന്ത് വിളിക്കുന്നത്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം അടിയന്തരാവസ്ഥ കാലം 1975-77 കാലം, ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ കാലത്താണ് ഈ ഭേദഗതി തന്നെ കൊണ്ടുവരുന്ന 42nd ഭേദഗതി. അടിയന്തരാവസ്ഥ കാലത്ത് നാഷണൽ എമർജൻസിയുടെ സമയത്ത് 1975-77 നമുക്കറിയാം അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഈ 42nd അമെൻമെന്റിന്റെ ലക്ഷ്യം തന്നെ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം പ്രിയാമ്പിൾ നമ്മുടെ ആമുഖത്തില് മാറ്റം വരുത്തി അല്ലെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു തവണ ഈ അമെൻമെന്റ് ചെയ്തിട്ടുള്ള ഭേദഗതി ചെയ്തിട്ടുള്ളത് അത് ഈ 1976 42ാം ഭരണഘടനാ ഭേദഗതി സമയത്താണ് അല്ലെ. ഏക ഭേദഗതിയാണ് അല്ലെ. സോഷ്യലിസ്റ്റ് സെക്കുലർ ഇന്റഗ്രിറ്റി, സോഷ്യലിസ്റ്റ് സെക്കുലർ അഖണ്ഡത അറിയാം എന്നീ 3 വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് 1976 42nd അമെൻമെന്റിന്റെ ഭാഗമായിട്ടാണ്. നമുക്ക് അതുപോലെ തന്നെ മൗലിക കർത്തവ്യങ്ങൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിൽ പുതുതായി പാർട്ട് 4A ചേർക്കുകയും അതുപോലെ തന്നെ 10 മൗലിക കർത്തവ്യങ്ങൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർട്ടിക്കിൾ 51A ഉൾപ്പെടുത്തുകയും ചെയ്തത് 42nd അമെൻമെന്റിലാണ് അല്ലെ. പാർട്ട് ഭാഗം 4A മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തുകയും ആർട്ടിക്കിൾ 51A ഉൾപ്പെടുത്തിയതും 42nd അമെൻമെന്റിലാണ്.
അതുപോലെ തന്നെ ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയൊക്കെ കാലാവധി അന്ന് 5 വർഷമായിരുന്നു. 5 വർഷത്തിൽ നിന്ന് 6 വർഷമായി ഉയർത്തി 42nd അമെന്റ്മെന്റിൽ. എന്നാൽ 44ാമത്തെ ഭേദഗതിയിൽ ഇത് വീണ്ടും 5 വർഷമാക്കുന്നുണ്ട്. അതും കൂടി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നീതിന്യായ അധികാരം കുറച്ചൊരു അമെന്റ്മെന്റ് ആണ് 42nd അമെന്റ്മെന്റ്. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളെ ചോദ്യം ചെയ്യാനുള്ള സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും അധികാരം വെട്ടിക്കുറച്ചത് കൂടിയാണ് 42nd അമെന്റ്മെന്റ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതികൾ കോടതികളിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്ന് വ്യവസ്ഥ ചെയ്യുകയും കൂടി ചെയ്തു ഏത് 42nd അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ. 42nd അമെന്റ്മെന്റ് പ്രകാരം വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കങ്ങൾ, ലീഗൽ മെട്രോളജിക്ക് അറിയാലോ, വന്യജീവി സംരക്ഷണം, നീതിന്യായ ഭരണം എന്നീ 5 വിഷയങ്ങളെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക്, അതായത് സംസ്ഥാന പട്ടികയിൽ നിന്ന് സമവർത്തി പട്ടികയിലേക്ക് മാറ്റിയ അമെന്റ്മെന്റ് കൂടിയാണ് 42nd അമെന്റ്മെന്റ്. അതായത് വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മാറ്റങ്ങളാണ്. വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കങ്ങൾ, വന്യജീവി സംരക്ഷണം, നീതിന്യായ ഭരണം എന്നീ 5 വിഷയങ്ങളെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് സംസ്ഥാന പട്ടികയിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയതാണ് 42nd അമെന്റ്മെന്റ്, അതായത് സമവർത്തി പട്ടികയിലേക്ക്. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് മന്ത്രിസഭയുടെ ഉപദേശം അനുസരിക്കാൻ രാഷ്ട്രപതി ബാധ്യസ്ഥനാണെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 74. ഈ ആർട്ടിക്കിൾ 74 42ാം ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വ്യക്തമാക്കുന്നുണ്ട്, രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നത് ആർട്ടിക്കിൾ 74 മന്ത്രിസഭയുടെ ഉപദേശം അനുസരിക്കാൻ രാഷ്ട്രപതി ബാധ്യസ്ഥനാണെന്ന് 1976 42ാം ഭേദഗതി വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം 44ാം ഭേദഗതി വന്ന് ഇതിലെ വിവാദപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ 1978 44ാം ഭേദഗതിയിലൂടെ മാറ്റം അല്ലെങ്കിൽ റദ്ദാക്കിയെന്ന് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് അല്ലേ? ഓക്കെ അല്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ 44th അമെന്റ്മെന്റ് ആണ് 44th ഭേദഗതി. 44ാം ഭേദഗതി 1978 അടിയന്തരാവസ്ഥ കാലത്തെ ഭരണഘടനാപരമായ ദുരുപയോഗങ്ങൾ തിരുത്തുന്നതിനും ജനാധിപത്യ മൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുമായിട്ട് കൊണ്ടുവന്ന സുപ്രധാന നിയമമാണ് ഈ 44th ഭേദഗതി എന്ന് പറയുന്ന അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇത് കൊണ്ടുവന്നത് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി സർക്കാരാണ്. കാരണം ഇന്ദിരാഗാന്ധിക്ക് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അടിതെറ്റി ഇലക്ഷനിൽ അല്ലേ? അപ്പോൾ ഇവിടെ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി സർക്കാരാണ് 44th അമെന്റ്മെന്റ് അതായത് 1978 കൊണ്ടുവരുന്നത്. സ്വത്തവകാശം, റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശത്തെ നമ്മൾ ഓൾറെഡി പഠിച്ചു. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കുകയും ആർട്ടിക്കിൾ 300A പ്രകാരം ഒരു ലീഗൽ റൈറ്റ്, നിയമപരമായ അവകാശമാക്കി മാറ്റുകയും ചെയ്ത അമെന്റ്മെന്റ് ആണ് 44th അമെന്റ്മെന്റ് 1978. അതുപോലെ ജീവിക്കാനുള്ള അവകാശം, കാരണം 42nd അമെന്റ്മെന്റിലാണ് അടിയന്തരാവസ്ഥയിൽ കുറെ ആർട്ടിക്കിളൊക്കെ എടുത്തു കളയുന്നത് അല്ലേ? ആ എടുത്തു കളയുകയല്ല, അതിനകത്ത് മാറ്റം വരുത്തുന്നത്. അതായത് ജീവിക്കാനുള്ള അവകാശം അടിയന്തരാവസ്ഥ കാലത്ത് പോലും 20 ഒഴിച്ച് എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? അടിയന്തരാവസ്ഥ കാലത്ത് പോലും ആർട്ടിക്കിൾ 20 കുറ്റങ്ങൾ സംബന്ധിച്ച് ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 20, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും എന്നിവ റദ്ദാക്കാൻ കഴിയില്ലെന്നോ ഉറപ്പുവരുത്തി അടിയന്തരാവസ്ഥ കാലത്ത് പോലും, നാഷണൽ എമർജൻസിയുടെ കാലത്ത് പോലും ആർട്ടിക്കിൾ 20ഉം 21ഉം റദ്ദാക്കാൻ പാടില്ല എന്ന് 1978 മൊറാർജി ദേശായി സർക്കാർ നടപ്പിലാക്കിയ 44ാം ഭേദഗതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് പോലും ആർട്ടിക്കിൾ 20 കുറ്റങ്ങൾ സംബന്ധിച്ച് ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണം, അതേപോലെ ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യം എന്നിവ റദ്ദാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുവരുത്തി. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ നിയമങ്ങൾ കർശനമാക്കിയതാണ് 44ാം ഭരണഘടനാ ഭേദഗതി. അതായത് ആയുധധാരികളായുള്ള കലാപം, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള ഇന്റേണൽ ഡിസ്റ്റർബൻസ്, അതായത് ആഭ്യന്തര അസ്വസ്ഥത എന്ന പദത്തിന് പകരം ആംഡ് റിബലിയൻ, ആയുധധാരികളായുള്ള കലാപം എന്ന് മാറ്റുന്നുണ്ട് 44ാം ഭേദഗതിയിൽ. അതുപോലെ തന്നെ പാർലമെന്റ് അംഗീകാരത്തെക്കുറിച്ച്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 1 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? പാർലമെന്റിന്റെ ഇരുസഭകളും, ഏതൊക്കെ സഭ, ലോക്സഭയും രാജ്യസഭയും പ്രത്യേക ഭൂരിപക്ഷത്തോടെ സ്പെഷ്യൽ മജോറിറ്റിയോടെ ഇത് അംഗീകരിക്കണമെന്ന് 44ാം ഭേദഗതി ശുപാർശ ചെയ്തിരുന്നു.
അതേപോലെ തന്നെ ക്യാബിനറ്റിന്റെ ശുപാർശ, പ്രധാനമന്ത്രിയുടെ മാത്രം തീരുമാനത്തിന് പകരം മന്ത്രിസഭയുടെ അതായത് ക്യാബിനറ്റിന്റെ ലിഖിത രൂപത്തിലുള്ള എഴുത്ത രൂപത്തിലുള്ള ശുപാർശയുണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയൂമെന്ന് 44-ാം ഭേദഗതി പ്രതിപാദിക്കുന്നുണ്ട് 1978. ഓക്കെ, ക്യാബിനറ്റിന്റെ ശുപാർശ ആവശ്യമാണ്. അത് പ്രധാനമന്ത്രിയുടെ തീരുമാനം മാത്രം പോരാ, ക്യാബിനറ്റിന്റെ ശുപാർശ ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാനായിട്ട് കഴിയൂ എന്ന് 44-ാം ഭേദഗതി തിരുത്തൽ വരുത്തി. അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരം പുനഃസ്ഥാപിച്ചു. നമുക്കറിയാം, ലോക്സഭയുടെ കാലാവധി അതിന് തൊട്ട് മുമ്പ് ഇന്ദിരാഗാന്ധി സർക്കാർ മാറ്റിയിരുന്നു. 42-ാം ഭേദഗതിയുടെ 6 വർഷമാക്കിയിരുന്നു എന്ന് പറഞ്ഞു സംസ്ഥാനങ്ങളുടെയും. അത് 42-ാം ഭേദഗതിയുടെ 6 വർഷമായി വർദ്ധിപ്പിച്ച ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി എന്ത് ചെയ്തു? 44-ാം ഭേദഗതിയിലൂടെ വീണ്ടും അത് 5 വർഷമാക്കി മാറ്റിയെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ കോടതികളുടെ അധികാരം തിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, സ്പീക്കർ എന്നിവരുടെ തിരഞ്ഞെടുപ്പ് തർക്കങ്ങളിൽ ഇടപെടാൻ സുപ്രീം കോടതികളുടെ ഹൈക്കോടതികളുടെയും അധികാരം പുനഃസ്ഥാപിക്കുകയും ചെയ്തു 44-ാം ഭേദഗതി. ഇതൊക്കെ എക്സാമിന് ചോദിക്കാം. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ അധികാരം, മന്ത്രിസഭ നൽകുന്ന ഉപദേശങ്ങൾ ഒരിക്കൽ കൂടി പുനഃപരിശോധിക്കാൻ, റീകൺസിഡറേഷൻ അതല്ലെങ്കിൽ തിരിച്ചയക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നുണ്ട് 44th അമെൻമെന്റ് പ്രകാരം. എന്നാൽ പുനഃപരിശോധനയ്ക്ക് ശേഷം നൽകുന്ന ഉപദേശം അദ്ദേഹം സ്വീകരിക്കണം. അതായത് മന്ത്രിസഭ കൂടി പുനഃപരിശോധിച്ചതിന് ശേഷം നൽകുന്ന ഉപദേശം രാഷ്ട്രപതി സ്വീകരിച്ചേ മതിയാകൂ. ഉപദേശങ്ങൾ പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കാൻ രാഷ്ട്രപതിക്ക് ഒരു തവണത്തേക്ക് അധികാരം നൽകുന്നുണ്ട് 44th അമെൻമെന്റ് 1978. ഓക്കെ അല്ലേ? ഇവിടെ ആർട്ടിക്കിൾ 41-ാം ഭേദഗതി തന്നിട്ടുണ്ട്. അമെൻമെന്റ് 41st അമെൻമെന്റ്. ഇത് അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ 41-ാം ഭേദഗതി പ്രധാനമായും നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ വിരമിക്കൽ പ്രായവുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാം, വിരമിക്കൽ പ്രായം വർദ്ധിപ്പിച്ചത് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെയും ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻമാരുടെയും അംഗങ്ങളുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62 വയസ്സായി വർദ്ധിപ്പിച്ചത് എക്സാം ചോദിച്ചിട്ടുണ്ട്. 41-ാം ഭേദഗതി പ്രകാരമാണ്. ഇത് ഭേദഗതി വരുത്തിയ വകുപ്പ് ആർട്ടിക്കിൾ അറിഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 316(2) 316(2) ആണ്. 316(2) ആണ് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 316(2) ആണ്. അതുപോലെ തന്നെ 1976-ലാണ് ഇത് പാസ്സാക്കുന്നത്. അതും കൂടി അറിഞ്ഞിരിക്കണം. DPSP അറിയാലോ, നിർദ്ദേശക തത്വങ്ങൾ അറിയാലോ, ഡയറക്ടറി പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലേ, നിങ്ങൾക്കറിയാം. ഇനി ഇവിടെ 86-ാം ഭേദഗതി പറയുന്നുണ്ട്. എന്താണ് 86? ഡയറക്ടറി പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 86-ാം ഭേദഗതി എന്താണ്? 86-ാം ഭരണഘടന നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ, 2002-ലെയാണ്. ഈ 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമ്മുടെ മൗലിക അവകാശമായിട്ട് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിയിട്ടുള്ള വിദ്യാഭ്യാസം 21A കൂട്ടിച്ചേർക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. 82-ാം ഭരണഘടനാ ഭേദഗതി 2002-ലെയാണ്. അപ്പോൾ കൂട്ടുകാരനെ, നമ്മൾ 2025 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്ത്. ഇതിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടായിരിക്കും. ഇനി വരുന്ന എല്ലാ എക്സാമിനേഷനും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ബൈ, ടേക്ക് കെയർ.